നമ്മുടെ LSD-യുടെ മൊഡ്യൂൾ 3-ന്റെ ബാക്കിയുള്ള തിയറി ടോപ്പിക്സ് ആണ്. പക്ഷെ ഇത് സ്ഥിര എക്സാം ചോദിക്കുന്നതാണ്. നമ്മൾ ആദ്യം പറയുന്നത് ഹാഫ് ഓർഡർ ആണ്. നമ്മൾ ഓൾറെഡി മൊഡ്യൂളിൽ ഫുൾ ഓർഡർ ഡിസ്കസ് ചെയ്തതാണ്. ഹാഫ് ഓർഡർ എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട് ഉണ്ടാവുക. അപ്പോൾ 2 ഇൻപുട്ടിന്റെ കോമ്പിനേഷൻസ് എഴുതാം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച പോലെ സമ്മും ക്യാരിയും റിസൾട്ട് എഴുതാം. ഇനി ഇൻപുട്ട് എയും ബിയും കെ മാപ്പിന്റെ ഇൻപുട്ട് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്ത് സമ്മിനെയും ക്യാരിനെ നമ്മൾ 2 കെ മാപ്പിൽ എൻ്റർ ചെയ്യുക. അതിന് കെ മാപ്പ് സോൾവ് ചെയ്യുക. ആ കിട്ടിയ റിസൾട്ടിന്റെ സമ്മിനെയും ക്യാരിനെയും ബേസിക് ഗേറ്റ്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് ആദ്യം ചെയ്തത്. പക്ഷെ നമ്മൾ സെക്കൻഡ് മോഡലിൽ പഠിച്ചതാണ് റിസൾട്ടിനെ നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ് നാൻഡിലോട്ടും നോറിലോട്ടും മാറ്റാൻ അറിയാം. അല്ലെങ്കിൽ ഞാൻ സമ്മിനെ നാൻഡ് ഗേറ്റ് ആക്കി ക്യാരിനെ നോർ ഗേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. എക്സാമിന് ബേസിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ സമ്മും ക്യാരിയും സാധാ ഗേറ്റ് വെച്ച് ചെയ്താൽ മതി. ഇൻ കേസ് എടുത്ത് ചോദിക്കും നാൻഡോ നോറിലോ ആക്കാൻ പറഞ്ഞാൽ മാത്രം നമ്മൾ ഈ സ്റ്റെപ്സ് അപ്ലൈ ചെയ്യണം. സിമിലർലി അടുത്ത് ഫുൾ ഓർഡർ ആണ്. ഫുൾ ഓർഡർ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അതിൽ 3 ബിറ്റ് ആയിരിക്കും ഉണ്ടാവുക. സെയിം പ്രൊസീജിയർ സമ്മും ക്യാരിയും എഴുതുക, കെ മാപ്പ് കൊടുക്കുക, റിസൾട്ട് ഗേറ്റ് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ചിലപ്പോൾ ഇതിനെ നമുക്ക് നാൻഡോ നോറിലോട്ടോ മാറ്റാൻ ചോദിക്കാം. ഇവിടെ ഞാൻ അത് ഇട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യണം. ആർഡർ കഴിഞ്ഞാൽ അടുത്തത് സബ്ട്രാക്ടർ ആണ്. ഹാഫ് എന്ന് വെക്കുമ്പോൾ നമുക്ക് 2 ബിറ്റ് ആയിരിക്കും ഉണ്ടാവുക. സമ്മും ക്യാരിയും എന്നത് ആർഡർ ആയതുകൊണ്ടാണ്. സബ്ട്രാക്ടർ ആകുമ്പോൾ നമുക്ക് ഡിഫറൻസും ബോറോ ആയിരിക്കും ഉണ്ടാവുക. ഡിഫറൻസിനെ നമ്മൾ ബി വെച്ചും ബോറോനെ ബി വെച്ചോണം റെപ്രസെന്റ് ചെയ്യുക. രണ്ടിനെയും സിമിലർലി കെ മാപ്പ് എൻ്റർ ചെയ്യുക, ഗേറ്റ് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഫുൾ സബ്ട്രാക്ടർ ആകുമ്പോൾ സെയിം 3 ബിറ്റ് ഉണ്ടാവും. ഡിഫറൻസും ബോറോയും കെ മാപ്പ് കൊടുക്കുക, ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ കെ മാപ്പ് ചെയ്യണതും ഗേറ്റ് ചെയ്യണതും നമ്മൾ ഡീറ്റെയിൽ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ് കേട്ടോ. അടുത്തത് നമ്മൾ അഡീഷൻ ആണ് ചെയ്യുന്നത്. പാരലൽ ബൈനറി ആർഡർ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ അഡീഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. 1101 പ്ലസ് 0101 ആഡ് ചെയ്യുന്ന കേസ് ആണ് ഇത്. അതിന്റെ അഡീഷണൽ റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത് 10010. ഒരു ഉപയോഗം എന്നത് നമ്മൾ മൊത്തം 4 ഡേറ്റയാണ് ആഡ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ 4 ഫുൾ ഓർഡറുകൾ യൂസ് ചെയ്യുന്നത്. ഫുൾ ഓർഡർ എടുക്കാൻ കാര്യം 2 ഡേറ്റയും ആഡ് ചെയ്യാനുണ്ട്, ക്യാരിയും വരാനുണ്ട്. ക്യാരിയോട് വരുമ്പോൾ മൊത്തം 3 ബിറ്റ് ആവും. അതുകൊണ്ടാണ് ഫുൾ ഓർഡേഴ്സ് യൂസ് ചെയ്തത്. സെയിം തന്നെ സബ്ട്രാക്ടർ ചെയ്യും. സബ്ട്രാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിം ഫിഗർ തന്നെ അറ്റത്ത് നമ്മൾ ഗ്രൗണ്ട് ചെയ്താണ് കാണിച്ചേക്കുന്നത്. ആഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ് കേട്ടോ. നമ്മൾ ഇതിൽ പക്ഷേ ഗ്രൗണ്ടിന് വരും 1 കൊടുക്കും. നേരത്തെ ബി ആണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ബി ബാർ കൊടുക്കാം. കാര്യം സബ്ട്രാക്ഷൻ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് മൈനസ് ചെയ്യാൻ വേണ്ടി ചൂസ് കോംപ്ലിമെന്റ് ആണ്. ചൂസ് കോംപ്ലിമെന്റ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ്. ഇതിന്റെ മെത്തേഡാണ് ചെയ്തത്. അടുത്തത് ആർഡർ ബാർ സബ്ട്രാക്ടർ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അഡിഷനും സബ്ട്രാക്ഷനും സെപ്പറേറ്റ് ഡിവൈസ് ആണ്. ഇത് ഒരുമിച്ചായിരിക്കും ചെയ്യുക. വ്യത്യാസം നേരത്തെ അറ്റത്ത് 0യും അല്ലെങ്കിൽ 1 ആയിരുന്നു. ഇവിടെ 0 വരാം 1 വരാം. കാരണം അഡീഷനും സബ്ട്രാക്ഷനും. 0 വന്നാലാണ് ആഡ് ചെയ്യുക, 1 വന്നാലും സബ്ട്രാക്ഷൻ ചെയ്യുക. അതാണ് ആഡിന്റെ മുകളിൽ ഒരു ബാർ ഇട്ടാണ്. ബാർ 0 ആണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ബി അഡീഷണൽ ബി ആയിട്ടും സബ്ട്രാക്ഷനും ബി ബാർ ആയിട്ടുമാണ് വേണ്ടി വരുന്നത്. ഇവിടെ ബി ബാറും മറ്റേ ടൈമിൽ വരണം. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സോർ ഗേറ്റ് ഉപയോഗിച്ചത്. കാര്യം ബി എക്സോർ 0 ചെയ്താൽ ബിയും ബി എക്സോർ 1 ചെയ്താൽ ബി ബാർ വരും. അപ്പോൾ ബിയും ബി ബാറും അഡീഷനും സബ്ട്രാക്ഷനും സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്തു. പിന്നെ ഈ മൊഡ്യൂളിൽ സ്ഥിരം എല്ലാ എസ്ഐയിലും ചോദിക്കുന്നതാണ് ക്യാരി ലുക്ക് അഹെഡ് ആർഡർ. ക്യാരി ലുക്ക് ഓർഡർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡെറിവേഷൻ ആണ്. ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പാരലൽ ആർഡറിന്റെ പടമുണ്ട്. 4 ഫുൾ ഓർഡർ പറഞ്ഞ 4 ഫുൾ ഓർഡർ പറഞ്ഞ ഫിഗർ ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ആ പടം വരച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഇവിടെ ഫിഗർ വരച്ചിട്ടില്ല, നിങ്ങൾ ഫിഗർ വരക്കുന്നത്. കാൽക്കുലേറ്റർ ഓർഡർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇനീഷ്യൽ ക്യാരിയിൽ തന്നെയാണ് ഫൈനൽ ക്യാരി ജനറേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് വന്നതെന്ന് കാണിക്കാനാണ് കാൽക്കുലേറ്റർ ഓർഡർ പറയുന്നത്. സി ഔട്ടിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് CG പ്ലസ് CP ഇൻറ്റു CE. CG എന്ന് പറഞ്ഞാൽ ക്യാരി ജനറേറ്റർ, CP എന്ന് പറഞ്ഞാൽ ക്യാരി പ്രൊപ്പറേറ്റർ ആണ്. നമ്മൾ ആദ്യം ഫുൾ ഓർഡർ 0 എടുക്കുകയാണ്. അപ്പോൾ ഇപ്പൊ പറഞ്ഞ ഫോർമുലയുടെ സഫിക്സ് 0 എഴുതുക. കണ്ടോ, C out 0 equal to CG 0 plus CP 0 into CE 0. നമ്മൾ ഫുൾ ഓർഡർ 1 വന്നാൽ നിങ്ങളെ ഫിഗറിൽ നോക്കിയേ, ഈ ഔട്ട് 0 അല്ലേ ഇന്ന് 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതാണ് ആദ്യം C in 1 equal to C out 0 എന്ന് എഴുതിയത്. സെയിം നേരത്തെ ബേസിക് ഫോർമുലയുടെ സഫിക്സ് 1 വെച്ച് എഴുതി. ഈ ഫോർമുലയുടെ സഫിക്സ് നോക്കിയേ, C in 1 വന്നിട്ട് ആ C in 1 പകരം നമുക്ക് C out 0 എഴുതാം. ആ C out 0 എക്സ്പ്രഷൻ തൊട്ട് മുമ്പ് കിട്ടിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ ഡെറിവ് ചെയ്യും. കണ്ടോ, അടുത്ത ഫുൾ ഓർഡർ 2 അല്ലേ, ഔട്ട് 1 അല്ലേ ഇൻറ്റു വരിക. സഫിക്സ് 2 ഉള്ള ഫോർമുല എഴുതി. ഇൻറ്റൂന്ന് വരെ നമ്മൾ ഔട്ട് 1 കൊടുത്തു. ഔട്ട് 1 വരെ തൊട്ട് മുമ്പ് കിട്ടിയ റിസൾട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഫുൾ ഓർഡർ 3 വരെ ചെയ്തു. എന്തുകൊണ്ടാണ് ഫുൾ ഓർഡർ 3 വരെ ചെയ്തത്? നമുക്ക് 4 ബിറ്റ് ആയിരിക്കും എക്സാം എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കപ്പോൾ നമ്മൾ 4 ബിറ്റിന്റെ ആണ് ആദ്യം മനസ്സിലാക്കാൻ പറ്റും. എങ്ങാനും 3 ബിറ്റാ ചോദിച്ചെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് FA 2 വരെ ചെയ്താൽ മതി. സ്ഥിരം എസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ ഉള്ളത് ലാസ്റ്റ് സീരിയൽ ആർഡർ ആണ്. നേരത്തെ നമ്മൾ 4 ഡേറ്റ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും സെപ്പറേറ്റ് ഫുൾ ഓർഡറുകൾ യൂസ് ചെയ്താണ് ചെയ്തത്.
ഇതിനെല്ലാത്തിൻ്റെയും ഒരു ഫുൾ ഓർഡർ ഉണ്ടാവും. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, 1/1 ആയിട്ടാണ് ചെയ്യുക. അപ്പൊ ആദ്യം 2 ഡേറ്റ ആഡ് ചെയ്യും. അടുത്ത ക്യാരിനെ നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യും. അടുത്ത ഡേറ്റ ഈ നേരത്തെ സ്ഥാനത്ത് ക്ലിയർ ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് അടുത്ത ഡേറ്റ എടുത്തത്. 1/1 ആണ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സീരിയൽ ആർഡർ. പിന്നെ ചോദിക്കുന്നത് ലാസ്റ്റത്തെ ആർഡർ ആണ് BCD ആർഡർ. BCD എന്ന് പറഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ. നമ്മൾ പ്രീവിയസ് മോഡലിൽ പഠിച്ചതാണ്. അതിന്റെ അരിത്തമെറ്റിക്സ് ഫസ്റ്റ് മോഡലിൽ പഠിക്കുന്നതാണ്. 0 to 9 വരെ വാലിഡ് BCD ആണ്. എബോവ് 9 പോയി കഴിഞ്ഞാൽ ഇൻവാലിഡ് BCD ആണ്. ഇൻവാലിഡ് വാലിഡ് ആക്കാൻ വേണ്ടി 6 ആഡ് ചെയ്യണം. ഇതാണ് കോൺസെപ്റ്റ്. നമ്മൾ 0 to 15 വരെയുള്ള ടേബിൾ എഴുതി. അതിൽ ഔട്ട്പുട്ട് 0 to 9 വരെയുള്ള സ്ഥലത്ത് വാലിഡ് BCD കാണിക്കാൻ വേണ്ടി നമ്മൾ 0 കൊടുത്തു. ഇൻവാലിഡ് BCD കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ 1 കൊടുത്തത്. അപ്പൊ ഈ ഫിഗർ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ പേര് B-യിൽ 2 ഡാറ്റ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ 4 2 ഇട്ട് കൊടുക്കണമെങ്കിൽ 4 2 ആഡ് ചെയ്താൽ 6 ആണ് കിട്ടുക, 6 ആണ് കിട്ടുക. 6 എന്ന് പറഞ്ഞാൽ വാലിഡ് BCD ആണ്. വാലിഡ് BCD ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 0 ആണ്. അപ്പോ ഔട്ട്പുട്ട് ഈ ഗേറ്റിന്റെ ലാസ്റ്റ് റിസൾട്ട് 0 നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതിൽ ഇവിടെ താഴെ 2 Aയും Bയും വരച്ചിട്ടുണ്ട്. B എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരുന്ന റിസൾട്ട് 6 ആണെങ്കിൽ 6 ആയിരിക്കും വരിക. ഈ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവാലിഡ് ആണെങ്കിൽ അവിടെ 6 വരണം, വാലിഡ് ആണെങ്കിൽ അവിടെ 0 വരണം. നമ്മൾ ചോദിച്ചിട്ടു. അപ്പൊ നമുക്ക് വാലിഡ് അല്ല വന്നേക്കും. അപ്പൊ ഇവിടുന്ന് 0 ആയിരിക്കും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക. പിന്നെ അറ്റത്തെ 2 പിന്നുണ്ട്, A3യും A0യും. അത് ഓൾവേസ് ഗ്രൗണ്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അവിടെ എപ്പോഴും 0 വരുള്ളൂ. നമ്മളിപ്പോ കൊടുക്കുന്ന പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വാല്യൂ A2 A1 ആണ് ഒന്ന് ചെയ്തത്. നമ്മൾ പോണ വാലിഡ് BCD 0 അല്ല പോകുന്നത്. 6 ഒരു വാലിഡ് BCD ആണ്. അപ്പൊ നമ്മൾ 6 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 6 + 0 6 തന്നെ കിട്ടും. ഒരു എക്സാമ്പിൾ നമ്മൾ 8 + 6 ആണ് ചെയ്യണമെന്ന് വിചാരിക്കാം. 8 + 6 ആണ് ചെയ്യണമെങ്കിൽ റിസൾട്ട് അടിയിൽ B3 B2 B1 0 14 ആണ് വരിക. 14 ഒരു ഇൻവാലിഡ് BCD ആണ്. വാലിഡ് BCD ആക്കാൻ വേണ്ടി നമ്മൾ 6 ആഡ് ചെയ്യണം. അപ്പോൾ ഇൻവാലിഡ് ആകുമ്പോൾ ഈ ഗേറ്റിന്റെ അറ്റത്തെ വാല്യൂ 1 ആയിരിക്കും. 1 നമ്മൾ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ A3യും A0 ഓൾറെഡി 0 ആണ്. നടുക്ക് 2 1 വന്നു. അപ്പൊ ബൈനറി നമുക്ക് വായിക്കുന്ന 0 1 1 0 എന്ന് പറയും. അത് ആക്ച്വലി 6ന്റെ ബൈനറി ആണ്. ഓട്ടോമാറ്റിക് 6 ആഡ് ചെയ്യും, നമുക്ക് BCD ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതും ക്യാരി ലുക്കഡ് ഓർഡറും എപ്പോഴും എക്സാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കണം കേട്ടോ.